ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠം 10 എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത്, ഇപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റിലൊരു റൂള് കൊടുത്തിരിക്കുകയാണ്. നിയമം: നഖൂലു, ഞങ്ങൾ പറയും, ഇന്ദി കിതാബുൻ, എൻ്റെ അടുത്തൊരു പുസ്തകമുണ്ട്. അല്ലേ, ഇന്ദി കിതാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു പുസ്തകമുണ്ട്, എനിക്കൊരു പുസ്തകമുണ്ട്. വനഖൂലു ലീ അഹുൻ, ഞങ്ങൾ പറയുകയും ചെയ്യുന്നു, ലീ അഹുൻ, എനിക്കൊരു സഹോദരനുണ്ട്. അതായത് രക്തബന്ധമുള്ള. ഹർബുജർ ലാ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത് രക്തബന്ധമുള്ള അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കാണ് ലാ വെച്ച് പറയാം, ഹർഫുജർ ലാ. അപ്പോൾ ലീ അഹുൻ, എനിക്കൊരു സഹോദരനുണ്ട്. ലീ ഫമുൻ, എനിക്ക് വായ ഉണ്ട്. ഒക്കെ അത് നമ്മൾ പഠിച്ചതാണ്. ലാ നഖൂലു, ഞങ്ങൾ പറയുകയില്ല, ഇന്ദി അഹുൻ, എനിക്കൊരു സഹോദരനുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ പറയുകയില്ല, ഇന്ദി അഹുൻ. അല്ലേ, അത് നമ്മൾ പഠിച്ചതാണ്. കാരണം രക്തബന്ധമുള്ളതിനെങ്ങനെ പറയാം, ലീ അഹുൻ. ഇന്ദി അഹുൻ എന്ന് പറയൂല. അപ്പോൾ ഇന്ദി അഹുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സമീപത്ത് ഒരു സഹോദരനുണ്ട്, എൻ്റെ സമീപത്ത് സഹോദരനുണ്ട് എന്ന്. ഓക്കെ, എനിക്ക് രക്തബന്ധമുള്ള സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഹർഫുജർ ലാമ ഉപയോഗിക്കുക, ലീ. ഇന്ദി എന്ന് പറയൂല. അപ്പോൾ ആ നിയമമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി മഅ കൊണ്ടുള്ള ചില ഉദാഹരണങ്ങൾ. ഖറജ ഹാമിദുൻ മഅ ഖാലിദിൻ. അപ്പം മഅ നമുക്കറിയാം ദർഫാണ്, കൂടെ ഉള്ള അർത്ഥം ആണ് മഅക്കുള്ളത് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മഅ ദർഫായതുകൊണ്ട് ദർഫിന് ശേഷം വരുന്ന ഇസ്മ മുലാഫിലെ മജ്റൂറായിരിക്കും. മഅ ദർഫായിരിക്കും, അതിനെ മുലാഫ് എന്ന് പറയൂല. പക്ഷെ മഅക്ക് ശേഷം ഇസ്മ വന്നാൽ അത് മുലാഫിലെ മജ്റൂറായിരിക്കും. അപ്പോൾ ഖറജ ഹാമിദുൻ, അപ്പോൾ ജുംല ഫീലിയ കൊണ്ട് തുടങ്ങണം. ഹാമിദ് പുറപ്പെട്ടു ഖാലിദിൻ്റെ കൂടെ. ഹാമിദ് പുറപ്പെട്ടു ഖാലിദിൻ്റെ കൂടെ. അപ്പോൾ ഖറജ ഫീലാണ്. അപ്പോൾ ജുംല ഫീലിയ, അപ്പോൾ ഫീല് കൊണ്ട് തുടങ്ങിയാൽ ഈ ജുംല എന്താ? ജുംല ഫീലിയ. അപ്പോൾ ഇതിനെന്ത് വേണം? ഫീലും ഫായിലും, മുബത്തദയും ഖബറും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചതാണ്, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഖറജ ഫീല്, ഫായിൽ ഏതാ? ആ പുറപ്പെടുന്നത് ആരാ ചെയ്യുന്നത്? ഹാമിദ്. അപ്പോൾ ഖറജ ഹാമിദുൻ, ഹാമിദിനാണ് ഫായിൽ, കർത്താവ്. കർത്താവിൻ്റെ അടയാളം എന്തായിരിക്കണം? എപ്പോഴും മർഫു. ഫായിൽ എപ്പോഴും മർഫു ആണ്. അപ്പോൾ ഖറജ ഫീല്, ഹാമിദുൻ ഫായിൽ. മഅ ദർഫ്, ഖബർ എന്ന് പറയുമോ? ഇല്ല, കാരണം മുബത്തദയില്ല. ഖാലിദിൻ മുദാഫിലെ മജ്റൂർ. അടുത്ത സെൻറ്റൻസ് നോക്കൂ. സഹബത്ത് തബീബു മഅൽ മുഹന്ദിസി, ഡോക്ടർ പോയി എഞ്ചിനീയറിൻ്റെ കൂടെ. തബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ. അപ്പോൾ ഇവിടെയും ഫീല് കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ജുംല ഫീലിയാണ്. അപ്പോൾ ഫീലും ഫായിലും വേണം. അപ്പോൾ ഫീൽ ഏതാ? ദഹബ. ആരാ പോയത്? തബീബ്, ഡോക്ടർ. അപ്പോൾ ഫായിൽ ഏതാ? തബീബ്. ഫായിലിൻ്റെ അടയാളം എന്തിരിക്കണം? മർഫൂ. ഓക്കെ, അപ്പോൾ ദമ്മത്താണ്. ഫായിൽ എപ്പോഴും മർഫൂ ആണ്. അപ്പോൾ ദഹബത്ത് തബീബു. ദഹബത്ത് തബീബാന്നോ അല്ലെങ്കിൽ ദഹബത്ത് തബീബീന്നോ പറയാൻ പാടില്ല. ദഹബത്ത് തബീബു. ഫായിൽ എപ്പോഴും, കർത്താവ് എപ്പോഴും മർഫൂ ആണ്. ആരാണോ ആ ക്രിയ ചെയ്യുന്നത്, ആ കർത്താവ് മർഫൂ ആണ്. അപ്പോൾ ദഹബത്ത് തബീബു മഅ ദർഫ്. ഖബർ എന്ന് പറയുമോ? ഇല്ല, കാരണം ഇത് ജുംല ഇസ്മിയ അല്ല, മുബത്തദയില്ല. അപ്പം മഅ ദർഫ്, ഖബർ എന്ന് പറയൂല. അൽ മുഹന്ദിസി മുദാഫിലെ മജ്റൂർ. അടുത്ത നോക്കാം. ജലസൽ മുദർരിസു മഅൽ മുദീരി, അധ്യാപകനിരുന്നു മാനേജറുടെ കൂടെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ കൂടെ. അപ്പോൾ ഇവിടെയും ജുംല ഫീലിയാണ്.
അപ്പോൾ ജലസ ഫീല്, അൽ മുദരിസു ഫായിൽ മർഫു അല്ലെ, ലമ്മത്താണ്. ഫായിൽ എപ്പോഴും മർഫു ആണ്. ഫായിൽ ആരാ? അധ്യാപകൻ. അൽ മുദരിസു ആരാ ഇരിക്കുന്ന ക്രിയ ചെയ്യുന്നത്? അധ്യാപകൻ. അപ്പോൾ അധ്യാപകനാണ് ഫായിൽ. അപ്പോൾ അത് മർഫു. ജലസൽ മുദരിസു. മഅ ലർഫ്. ഖബർ എന്ന് പറയോ? ഇല്ല, കാരണം ഇതിന് മുബത്തദയില്ല. ഇത് ജുംല ഇസ്മിയല്ല, ജുംല ഫീലിയാണ്. പിന്നെ മഅക്ക് ശേഷം ഉള്ളത് എന്താ? മുലാഫിലെ മജ്റൂർ. അതുകൊണ്ട് അൽ മുദീരി. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ. മഅ വന്നുകൊണ്ട് ലർഫ് വന്നുകൊണ്ട് അതിന് ശേഷം മുലാഫിലെ മജ്റൂർ. ഇനി അടുത്ത് നോക്കാം. മൻ മഅക യാ അലിയു. അല്ലയോ അലി, നിൻ്റെ കൂടെ ആരാണ്? മൻ ആരാണ്? മഅ കൂടെ, ക നിൻ്റെ. മഅക എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ. യാ അലിയു, യാ വന്നുകൊണ്ട് അലിയു. തൻവീന് പോവും, നമ്മൾ പഠിച്ചതാണ്. യാ ഹർഫു നിദ, വിളിയുടെ ഹർഫു നിദ. നിദ എന്ന് പറഞ്ഞാൽ വിളി. വിളിയുടെ ഹർഫ് യാ വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് തൻവീന് പോകും. ഒറ്റ വാക്കിലുള്ള ഇസ്മാണെങ്കിൽ തൻവീന് പോകും. അപ്പോൾ അലിയുൻ എന്നുള്ള തൻവീനുള്ളത് പോയിട്ട് അലിയു എന്നാവും. അപ്പോൾ യാ അലിയു. മൻ മഅക യാ അലിയു. അല്ലയോ അലി, നിൻ്റെ കൂടെ ആരാണ്? മഇ ജമീലി, എൻ്റെ കൂടെ എൻ്റെ സഹപാഠിയാണ്. ജമീൽ എന്ന് പറഞ്ഞാൽ പഠിച്ചതാണ്, സഹപാഠി. അപ്പോൾ മഇ ജമീലി, എൻ്റെ കൂടെ എൻ്റെ സഹപാഠിയാണ്. അപ്പോൾ ഇതെന്താണ്? ജുംല ഇസ്മിയാണ്, ഫീലില്ല. ഓക്കെ, ജുംല ഇസ്മിയാണ്. ഈ ജുംല ഇസ്മിയാകുമ്പോൾ എന്തുകൊണ്ടാണ് തുടങ്ങിയത്? ലർഫ് കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ മഅ ലർഫ് ഖബർ. അപ്പോൾ ഖബറിനെ മുന്തിച്ചു. ഖബർ മുഖദ്ദിമ. മഅ ലർഫ് ഖബർ, ഖബറിനെ മുന്തിച്ചു. ഖബർ മുഖദ്ദിമ. പിന്നെ എന്തും കൂടിയാ അത്? വഹുവ അദർ ഖബർ. പിന്നെ മുലാഫല്ല, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. കാരണം ദർഫിന് ശേഷം ഇസ്മ വന്നാൽ ആ ഇസ്മ എന്താണ്? മുലാഫിലെ മജ്റൂർ. യാ മുത്തക്കല്ലിം ദമീർ മുത്തസിൽ ഇസ്മാണ്. ആ ഇസ്മ മാൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ ആ മാക്ക് ശേഷം വരുന്ന ഇസ്മ മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഖബറിനെ മുന്തിച്ചപ്പോൾ മുബത്തദ സ്വാഭാവികമായി എന്തായി? പിന്തിച്ചു. അപ്പോൾ സമീലുൻ മുബത്തദവൻ മർഫൂൻ. പിന്നെ എന്തും കൂടിയത്? വഹുവ മുലാഫ്. കാരണം എന്താ? ജമീലിന്ന് ലമീർ മുത്തസിൽ ഇസ്മിൻ്റെ കൂടെ ചേർന്നു. ലമീർ മുത്തസിൽ ഇസ്മിൻ്റെ കൂടെ ചേർന്നാൽ അത് മുലാഫിലെയാണ്. അതുകൊണ്ട് യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അപ്പം മഅ ലർഫ് യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. മഅ ലർഫ് ഖബർ, ഖബർ മുഖദ്ദിമ. ജമീൽ മുബ്തദഉൻ മുതഅഖറുൻ, മുബ്തദയെ പിന്തിച്ചു. വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. ആമിനത്തു മഅഹ സൗജുഹ. ആമിന, അവളുടെ കൂടെ അവളുടെ ഇണയുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കൂ. ഒന്ന് ജുംല ഇസ്മിയാണ്, കാരണം ആമിനെ കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ജുംല ഇസ്മിയ. അപ്പോൾ ജുംല ഇസ്മിയാവുമ്പോൾ മുബ്തദയും ഖബറും വേണം. ഇവിടെ ഖബർ എന്താ ശരിക്ക്? ഖബർ ശ്രദ്ധിച്ച് നോക്കൂ, ഒരു ജുംല ഇസ്മിയാണ് അല്ലേ? അവളുടെ കൂടെ അവളുടെ ഇണയുണ്ട്, അതൊരു ജുംല ഇസ്മിയാണ്. അപ്പോൾ ജുംല ഇസ്മിയാകുമ്പോൾ അതിനൊരു മുബ്തദി ഖബറും വേണം. അപ്പോൾ ഖബർ ഏതാ? മഅ ലർഫ് ഖബർ, ഖബറിനെ മുന്തിച്ചു. പിന്നെ ഹാ എന്താ? മുലാഫിലെ മജ്റൂർ. കാരണം ദർഫിന് ശേഷം ഒരു ഇസ്മ വന്നാൽ അത് ചേർത്തതാകട്ടെ ചേർക്കാത്തതാകട്ടെ അത് മുലാഫിലെ മജ്റൂറായിരിക്കും. അപ്പോൾ മഅ ലർഫ് ഖബർ, ഖബറിനെ മുന്തിച്ചു. ഖബർ മുഖദ്ദിമ. ഹാ മുലാഫിലെ മജ്റൂർ. സൗജുഹ എന്താ? അപ്പോൾ സൗജു മുബ്തദഉൻ മർഫൂൻ. വഹുവ മുലാഫ്. ഹാ മുലാഫിലെ മജ്റൂർ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജുംല ഇസ്മിയാണ് ഈ ആമിനത്തോക്ക് മുബ്തദയായ ആമിനത്തോക്ക് ഖബർ. അപ്പോൾ ആമിനയാണ് മുബ്തദ, മഅഹ സൗജുഹ ആണ് ജുംല ഇസ്മിയ ഖബർ. ആ ജുംല ഇസ്മിയക്ക് മഅ ആണ് ഖബർ മുഖദ്ദിമ, സൗജു ആണ് മുബ്തദഉൻ മുതഅഖറുൻ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതൊന്നും കൂടി പറയാം. ആമിനത്തു
മഅഹ സൗജുഹ. അപ്പോൾ ആമിന തു മുബ്തദഉൻ മർഫൂൻ, മഅഹ സൗജുഹ ജുംല ഇസ്മിയ ഖബർ. നാലാമത്തെ ഇനം ഖബർ, ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നത്. അപ്പോൾ അത് ജുംല ഇസ്മിയുണ്ട്, അതിനൊരു മുബ്തദി ഖബറും വേണം. അതിൻ്റെ ഖബർ മഅ, ദർഫ് ഖബർ മുഖദ്ദിമ, ഹ മുദാഫ് ഇലൈഹി മജ്റൂർ, സൗജു മുബ്തദഉൻ മുതഅഖിറും, സ്വാഭാവികമായിട്ട് മുബ്തദയെ പിന്തിക്കും. വഹുവ മുദാഫ്, ഹ മുദാഫ് ഇലൈഹി മജ്റൂർ. ഇനി അടുത്ത നോക്കൂ. ഖറജ അബി മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് എൻ്റെ ബാപ്പ പുറപ്പെട്ടു. അബീന്നുണ്ട്, ശ്രദ്ധിച്ചോ. അബുനും പിന്നെ യാമുത്തക്കല്ലിമും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാപ്പ. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ ബാപ്പ പുറപ്പെട്ടു. അപ്പോൾ ആരാ പുറപ്പെടുന്നത്? ബാപ്പ. അപ്പോൾ ബാപ്പയാണ് ഫായിൽ. അപ്പോൾ ഖറജ ഫീൽ, അബി അബുൻ ഫായിൽ. ഫായിൽ എപ്പോഴും മർഫു ആണ്, പക്ഷെ ഇവിടെ യാ മുത്തക്കല്ലിം ചേർന്ന് കഴിഞ്ഞാൽ അത് അബി എന്നാ വരാം. ഓക്കെ. അപ്പോൾ അബു വഹുവ മുദാഫ്, യാ മുത്തക്കല്ലിം മുദാഫ് ഇലൈഹി മജ്റൂർ. മിൻ ഹർഫു ജർ, അൽ ബൈത്തി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബ് ജുംല. ഖബർ എന്ന് പറയോ? ഇല്ല, കാരണം ഇത് ജുംല ഇസ്മിയല്ല, ഇതിന് മുബ്തദയില്ല, ഇത് ജുംല ഫീലിയാണ്. ഫീലും ഫായിലേ ഉള്ളൂ. ഖറജ ഫീൽ, അബു അബുൻ ഫായിൽ. മൻ ഖറജ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ ആര് പുറപ്പെട്ടു? മൻ ഖറജ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ ആരാണ് പുറപ്പെട്ടത്? ഖറജ മഅഹു അമ്മി. അമ്മു എന്ന് പറഞ്ഞാൽ ബാപ്പൻ്റെ ബ്രദർ, അമ്മുൻ, ബാപ്പൻ്റെ സഹോദരനാണ് അമ്മുൻ. അപ്പോൾ ഖറജ മഅഹു അമ്മി, എൻ്റെ ബാപ്പൻ്റെ ബ്രദറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ഖറജ ജുംല ഫീലിയ കൊണ്ട്, ഫീൽ കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ജുംല ഫീലിയാണ്. ഖറജ ഫീൽ, ഫായിൽ എവിടെ? ഖറജ. അപ്പോൾ ഫായിൽ ഇവിടെ മുസ്തത്തിറാണ്, ഖറജൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം പുറപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഫായിൽ ഇവിടെ മുസ്തത്തിറാണ്. അപ്പോൾ ആരാന്ന് ഫായിൽ? മൻ ഖറജ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ ആര് പുറപ്പെട്ടു? അല്ല, ഫായിലുടെ മുസ്തത്തിറല്ല, സോറി. ഖറജ മഅഹു അമ്മി എന്ന് പറയുന്നുണ്ടോ? അപ്പോൾ അമ്മിയാണ് പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ. അമ്മുൻ, ബാപ്പൻ്റെ ബ്രദർ. അപ്പോൾ അമ്മുനാണ് ഫായിൽ, അമ്മുനാണ് ഫായിൽ. അപ്പോൾ ഖറജ ഫീൽ, അമ്മുന് ഫായിൽ. ഓക്കെ. യാ മുത്തക്കല്ലിം മുദാഫ് ഇലൈഹി മജ്റൂർ. പിന്നെ മഅ ദർഫ് ഖബർ എന്ന് പറയോ? ഇല്ല, കാരണം ഇത് ജുംല ഇസ്മിയല്ല, അപ്പോൾ ഇതിന് മുബ്തദയില്ല. അപ്പോൾ മഅ ദർഫ്, ഹു മുദാഫ് ഇലൈഹി മജ്റൂർ. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഫായിൽ മുസ്തത്തിറല്ല കേട്ടോ. ഖറജ അമ്മി, അമ്മി എന്ന ശരിക്കും. അപ്പോൾ ആരാ പുറപ്പെട്ടത്? അമ്മുൻ. അപ്പോൾ അമ്മുനാണ് ഫായിൽ. അപ്പോൾ ഖറജ ഫീൽ. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ. ബൈത്തുൻ, ഒരു വീട്. ബൈത്തുക, നിൻ്റെ വീട്. ബൈത്തുഹു, അവൻ്റെ വീട്. ബൈത്തുഹ, അവളുടെ വീട്. ബൈത്തി, എൻ്റെ വീട്. അബുൻ, അബൂക, നിൻ്റെ ബാപ്പ. അബൂഹു, അവൻ്റെ ബാപ്പ. അബൂഹ, അവളുടെ ബാപ്പ. അബി, എൻ്റെ ബാപ്പ. അപ്പോൾ ഇങ്ങനെ ദമീർ മുത്തസ്സിൽ ഇസ്മിനോട് ചേർന്ന് എല്ലാം മുദാഫ് മുദാഫിലിയാണ്. ഇൻ്റെ അല്ലെങ്കിൽ യുടെ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ അഹൂക, നിൻ്റെ സഹോദരൻ. അഹൂഹു, അവൻ്റെ സഹോദരൻ. അഹൂഹ, അവളുടെ സഹോദരൻ. കണ്ടോ? അഹൂഹു എന്ന് പറയുമ്പോൾ അവൻ്റെ, ഇൻ്റെ എന്നുള്ള അർത്ഥം വരുന്നത്. അഹൂഹ എന്ന് പറയുമ്പോൾ അവളുടെ, ഉടെ എന്നുള്ള അർത്ഥം വരുന്നത്. അഹൂഹ, അവളുടെ സഹോദരൻ. അഹി, എൻ്റെ സഹോദരൻ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബൈത്തുക്ക എന്ന് പറയുമ്പോഴും അബൂക്ക അഹൂഹ എന്ന് പറയുമ്പോഴും ദമീർ മുത്തസ്സിൽ ചേർക്കുമ്പോൾ എഴുതുന്നതിൽ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചിനോ? അബൂവും അഹുവും എഴുതുമ്പോൾ വാ ഉണ്ട്, ശ്രദ്ധിച്ചോ? അബൂവും അഹുവും എഴുതുമ്പോൾ വാ എഴുതിയിട്ടാണ് ദമീർ മുത്തസ്സിൽ എഴുതുന്നത്.
ഇങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അബുൻ, അഹുൻ, ഇനി 3 കൂടിയുണ്ട്, 3 ഇസ്മും കൂടിയുണ്ട് ഇതേപോലെ വാ ചേർത്തിട്ട് എഴുതുന്നത്. ഓക്കെ, മറ്റേ 3 ഫമുൻ, വാ, സു, ഹമുൻ, ഫമുൻ, സു, ഹമുൻ. ഇങ്ങനെ 5 ഇസ്മുകൾ എഴുതുമ്പോൾ വാ ചേർത്തിട്ടാണ് എഴുതുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ അബൂക്കാന്ന് എഴുതുമ്പോൾ വാ എഴുതും, അഹൂക്കാന്ന് എഴുതുമ്പോൾ വാ എഴുതും, അബൂഹൂന്ന് എഴുതുമ്പോൾ വാ എഴുതും. അങ്ങനെ എല്ലാ ദമീർ മുത്തസ്സിലും അബുന്നും അഹുന്നും അതേപോലെ ഫമുന്നും ദൂക്കും ഹമുന്നും എഴുതുമ്പം വാ എഴുതിയിട്ടേ ദമീർ മുത്തസ്സിൽ എഴുതുള്ളൂ. പക്ഷേ അബി, അഹി എന്ന് എഴുതുമ്പം യാ മുത്തക്കല്ലിം ചേർക്കുമ്പം ഈ 5 വാ എഴുതൂല. ശ്രദ്ധിച്ചോ, ഇവിടെ വായില്ല. അപ്പോൾ അബി എൻ്റെ ബാപ്പ, അഹി എൻ്റെ സഹോദരൻ, ഫമി എൻ്റെ വായ എന്നൊക്കെ എഴുതുമ്പോൾ എന്തെഴുതൂല? വാ എഴുതൂല. ദമീർ മുത്തസ്സിൽ യാ ചേർക്കുമ്പോൾ മാത്രം വാ എഴുതൂല. എല്ലാത്തപ്പം ഈ 5 ഇസ്മുകൾക്കും അബുൻ, അഹുൻ, ഫമുൻ, സു, ഹമുൻ നമ്മൾ എന്ത് ചെയ്തും? വാ എഴുതും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം അത് പിന്നീട് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദമായി പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഈ 2 ഇസ്മുകൾ മനസ്സിൽ വേണം. അബുൻ, അഹുൻ എഴുതുമ്പോൾ ദമീർ മുത്തസ്സിൽ ചേർക്കുമ്പോൾ വാ എഴുതിയിട്ട് എഴുതുള്ളൂ. യാ മുത്തക്കല്ലിം വരുമ്പോൾ വാ എഴുതൂല. അബുൻ, അഹുൻ. ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത നോക്കൂ, അബി വ ഉമ്മി ഫിൽ ബൈത്തി. എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയും വീട്ടിലാണ്. അപ്പോൾ അബുനാണ് ഇസ്മു കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ജുംല ഇസ്മിയ. അപ്പോൾ അബുൻ മുബ്തദഉൻ മർഫൂൻ വഹുവ മുദാഫ്, യാ മുത്തക്കല്ലിം മുദാഫിലെ മജ്റൂർ, വാ ഹർഫു അത്തഫ്, ഉമ്മി എന്താ ഉമ്മി മൗത്തൂഫുൻ അല അബി, അങ്ങനെയല്ല പറയാം. വാ ഹർഫു അത്തഫ് വന്നാൽ അതിന് ശേഷമുള്ള ഇസ്മ മൗത്തൂഫുൻ അല അബി. ഓക്കെ, ഫിൽ ബൈത്തി, ഫി ഹർഫു ജർ, അൽ ബൈത്തി ഇസ്മ മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല ഖബർ. കാരണം ഇത് ജുംല ഇസ്മിയാണ്. അബുൻ എന്ന മുബ്തദ ഉണ്ട്. ഉമ്മുക്ക് മുബ്തദ എന്ന് പിന്നെ ആവർത്തിച്ച് പറയൂല. ഉമ്മുന് എന്താ പറയുക? മൗത്തൂഫുൻ അല അബി. ഓക്കെ, അയിന അബൂക്ക് യാ ഹാമിദു, അല്ലയോ ഹാമിദെ നിൻ്റെ ബാപ്പ എവിടെ? ദഹബ ഇല സൂഖി, അദ്ദേഹം സൂക്കിലേക്ക് പോയി. അപ്പോൾ ദഹബ ജുംല ഫീലിയ, കാരണം ഫീല് കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ദഹബയാണ് ഫീൽ. ഫായിൽ എവിടെ? ഫായിൽ മുസ്തത്തിറാണ്. അദ്ദേഹം പോയി. ആരാ പോകുന്നത്? അബുൻ, ബാപ്പ, ഹാമിദിൻ്റെ ബാപ്പ. അപ്പോൾ ദഹബൻ്റെ ഉള്ളിൽ തന്നെ ഫായിൽ മുസ്തത്തിറാണ്. ഓക്കെ, ദഹബ ഹുവ എന്ന് എഴുതൂല, അദ്ദേഹം പോയി എന്ന് അങ്ങനെയല്ല എഴുതാം. ദഹബ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം പോയി എന്നായി. അപ്പോൾ ഹുവ ഇതിൻ്റെ ഉള്ളിൽ മുസ്തത്തിറാണ്. ഓക്കെ, അപ്പോൾ ദഹബ ഫീല്, ഹുവ ഫായിൽ. ഹുവ നമുക്കറിയാം ദമീർ മുൻഫസിലാണ്, മർഫു ആണ്. അപ്പോൾ ഫായിൽ മർഫു ആണ്, ഹുവ മർഫു ആണ്. അപ്പോൾ ദഹബ അവൻ പോയി. അപ്പോൾ ദഹബൻ്റെ ഉള്ളിൽ തന്നെ ഹുവ മുസ്തത്തിറായിട്ട് കിടക്കുന്നുണ്ട്. ദഹബ എന്ന് എഴുതിയാൽ തന്നെ അവൻ പോയി അല്ലെങ്കിൽ അദ്ദേഹം പോയി എന്നാവും. അപ്പോൾ അദ്ദേഹം, ഹുവ ഇവിടെ എന്തിനെ സൂചിപ്പിക്കുന്നത്? ഹാമിദിൻ്റെ ബാപ്പ. അബുൻ. ഇല ഹർഫുജർ, അസൂഖി ഇസ്മു മജ്റൂർ, ജാറുമ മജ്റൂർ, ഷിബു ജുംല. ഖബർ എന്ന് പറയോ? ഇല്ല, കാരണം ഇത് ജുംല ഫീലിയാണ്, മുബ്തദ ഇല്ല. അഹൂക ത്വബീബുൻ, നിൻ്റെ സഹോദരൻ ഡോക്ടറാണോ? അഹൂക ത്വബീബുൻ, നിൻ്റെ സഹോദരൻ ഡോക്ടറാണോ? ല ഹുവ മുദർരിസുൻ, അല്ല ഹർഫു നഫി, ല ഹർഫു നഫി. ഹുവ മുബ്തദഉൻ മർഫൂൻ, മുദർരിസുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബറുൻ മർഫൂൻ. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോ. അബി തുടക്കത്തിൽ, പിന്നെ അബി ഉമ്മി എന്ന് പറഞ്ഞപ്പം യാ മുത്തക്കല്ലിം വന്നുകൊണ്ട് അബൂന് വാ എഴുതിയില്ല. പക്ഷെ അയിന അബൂക്ക എന്ന് പറഞ്ഞപ്പം ഉണ്ടോ, വാ എഴുതി. ഓക്കെ, അതേപോലെ അഹൂക്ക തബീബ് എന്ന് പറഞ്ഞപ്പം വാ എഴുതി ഉണ്ടോ.
അപ്പോൾ ദമീർ മുത്തസിൽ അബുൻ്റെയും അഹുൻ്റെയും കൂടെ വരുമ്പോൾ വാ എഴുതും. പക്ഷേ യാ മുത്തക്കല്ലിം വരുമ്പോൾ കണ്ടോ അബി വാ എഴുതൂല. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കാം. അടുത്തത് സൈനബു ഫിർ റിയാദി. സൈനബ് റിയാദിലാണ്, സൗദി അറേബ്യയിലെ ക്യാപിറ്റൽ റിയാദ്. സൈനബു മുബത്തദഉൻ മർഫൂൻ ഫി ഹർഫു ജർ റിയാദി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ഷിബു ജുംല ഖബർ. രണ്ടാമത്തെ ഇനം ഖബർ, ജാറും മജ്റൂർ ഷിബു ജുംല ഖബർ വരുന്ന രണ്ടാമത്തെ ഇനം ഖബർ. അഹൂഹ ഫി ത്വായിഫി, അവളുടെ സഹോദരൻ ത്വായിഫിലാണ്. വ അബൂഹ ഫിൽ മദീനത്തിൽ മുനവ്വറത്തി, അവളുടെ ബാപ്പ മദീന മുനവ്വറയിലുമാണ്. അപ്പോൾ അഹൂഹ ജുംല ഇസ്മിയ, അഹു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹ മുലാഫിലെ മജ്റൂർ. ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അതെപ്പോഴും എന്താണ്? മുലാഫിലെയാണ്. ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നു, അഹുൻ എന്ന ഇസ്മിനോട് ചേർന്നു. ഇവിടെയും ശ്രദ്ധിച്ചോ, ദമീർ മുത്തസിൽ അഹുവിൻ്റെ കൂടെ ചേർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വാ എഴുതി. അപ്പോൾ അഹുൻ മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹ മുലാഫിലെ മജ്റൂർ ഫി ഹർഫു ജർ അത്വായിഫി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ഷിബു ജുംല ഖബർ. വ അബൂഹ പിന്നെ ജുംല ഇസ്മിയ വരാണ്. വ അബൂഹ വ ഹർഫു അതഫ്, അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹ മുലാഫിലെ മജ്റൂർ. അബു എഴുതിയപ്പോൾ ശ്രദ്ധിച്ചോ, വാ എഴുതി. ഫി ഹർഫു ജർ അൽ മദീനത്തി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ഷിബു ജുംല ഖബർ. അൽ മുനവ്വറത്തി എന്താ? നാത്ത്. അൽ മുനവ്വറത്തി നാത്ത്, ആ മദീനനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ അൽ മദീനത്ത് അലിഫ്ലാം ഉണ്ടായപ്പം അൽ മുനവ്വറത്തിനും അലിഫ്ലാം ഉണ്ടായി. ഫീ വന്നുകൊണ്ട് അൽ മദീനത്തി എന്നായി. അപ്പോൾ അൽ മുനവ്വറത്തി കസറായി. പിന്നെ അൽ മദീനത്ത് താ മർബൂത്ത സ്ത്രീയുടെ അടയാളമുണ്ട്. അപ്പോൾ മുനവ്വറത്തിനും സ്ത്രീയുടെ അടയാളം ഉണ്ട്. അൽ മദീനത്തി ഒറ്റപ്പട്ടണമാണ്, അപ്പോൾ അൽ മുനവ്വറത്തിയും ഏകവചനാണ്. ഓക്കെ, അതിൻ്റെ വിശേഷണവും ഏകവചനമായി. അപ്പോൾ നാത്തും മന്നൂത്തും 4 കാര്യങ്ങളിൽ പോകണം. അലിഫ്ലാം ഉണ്ടെങ്കിൽ അലിഫ്ലാം ഇടണം, അലിഫ്ലാം ഇല്ലെങ്കിൽ അലിഫ്ലാം ഇടാൻ പാടില്ല. മുസക്കറാണെങ്കിൽ മുസക്കർ, മുഅന്നസ് ആണെങ്കിൽ മുഅന്നസ്, മർഫു ആണെങ്കിൽ മർഫു, കസ്രത്താണെങ്കിൽ കസ്രത്ത്, ഫതഹത്താണെങ്കിൽ ഫതഹത്ത്, ഏകവചനാണെങ്കിൽ ഏകവചനം, ദ്വിവചനാണെങ്കിൽ ദ്വിവചനം, ബഹുവചനാണെങ്കിൽ ബഹുവചനം. ഇനി അവസാനത്തെ സെൻറ്റൻസ് ഈ പേജിൽ. ഹാദ ത്വബീബു അബൂഹു വസീറുൻ. ഹാദ ത്വാലിബു അബൂഹു വസീറുൻ. ഈ വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ ബാപ്പ മന്ത്രിയാണ്. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി. വ അഹൂഹു താജിറുൻ ഖബീറുൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ വലിയ കച്ചവടക്കാരനുമാകുന്നു. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഹാദക്ക് ശേഷം ത്വാലിബ് വിദ്യാർത്ഥി ഇസ്മ വന്നു. ആ ഇസ്മിന് അലിഫ്ലാമുണ്ട്. അപ്പോൾ എങ്ങനെ പരിഭാഷപ്പെടുത്താം? ഹാദ ത്വാലിബു, ഈ വിദ്യാർത്ഥി, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നാൽ അത് ബദലാണ്. അത് പരിഭാഷപ്പെടുത്താം ഈ വിദ്യാർത്ഥി. എന്നിട്ട് എന്താ പറയുന്നത്? അബൂഹു വസീറുൻ, അദ്ദേഹത്തിൻ്റെ ബാപ്പ ഒരു മന്ത്രിയാകുന്നു. അപ്പോൾ ഇതൊരു ജുംല ഇസ്മിയാണ്. അപ്പോൾ ഹാദയാണ് മുബ്തദഉൻ മർഫൂൻ, ഹാദയാണ് മുബ്തദഉൻ മർഫൂൻ. ത്വാലിബാണ് ബദൽ, ത്വാലിബാണ് ബദൽ. അപ്പോൾ ഖബറോ ജുംല ഇസ്മിയ ഖബറായിട്ട് വരികയാണ്, ജുംല ഇസ്മിയ ഖബറായിട്ട് വരികയാണ്. അപ്പോൾ അതിനൊരു മുബ്തദയും ഖബറും വേണം. അപ്പോൾ എന്താ മുബ്തദ? അബു, അബു, അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ. അപ്പോൾ അബൂഹു എന്ന് എഴുതിയപ്പോൾ ശ്രദ്ധിച്ചോ, വാ എഴുതിയിട്ടുണ്ട്. ദമീർ മുത്തസിൽ അബുവിൻ്റെ കൂടെ ചേർന്നാൽ വാ വരും. വസീറുനെന്താ? ഖബർ, വസീറുനെന്താ? ഖബർ. അപ്പോൾ ഇത് സാധാരണ സെൻറ്റൻസാണ്. ഖബറിനെ മുന്തിക്കുകയോ മുബത്തതിനെ പിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അബൂഹു വസീറുൻ, അദ്ദേഹത്തിൻ്റെ ബാപ്പ മന്ത്രിയാകുന്നു. അപ്പോൾ ജുംല ഇസ്മിയാണ്. ഈ ജുംല ഇസ്മിയാണ് ഈ ഹാദക്ക്
ഖബറായിട്ട് വന്നത്. ഹാദിയാണ് മുബ്തദഉൻ മർഫൂൻ. അത്വാലിബു ബദൽ, അബൂഹു വസീറുൻ ജുംല ഇസ്മിയ ഖബർ. അപ്പോൾ ആ ജുംല ഇസ്മിയക്ക് ഒരു മുബ്തദയും ഖബറുണ്ട്. ഖബറിനെ പിന്തിച്ചിട്ടൊന്നുമില്ല. ദർഫോ ഹർഫ് ജർ കൊണ്ടൊന്നുമല്ല തുടങ്ങിയത്. അപ്പോൾ അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുദാഫ്, ഹു മുദാഫ് ഇലൈഹി മജ്റൂർ, വസീറുൻ ഖബറുൻ മർഫൂൻ. വാ ഹർഫു അതഫ്, പിന്നെയും ജുംല ഇസ്മിയ തന്നെ. അഹൂഹു, അഹു മുബ്തദഉൻ മർഫൂൻ വഹുവ മുദാഫ്, ഹു മുദാഫ് ഇലൈഹി മജ്റൂർ. താജിറുൻ എന്താ? ഖബറുൻ മർഫൂൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കച്ചവടക്കാരനാണ്. പിന്നെ ആ കച്ചവടക്കാരനെ വിശേഷിപ്പിക്കുക കബീറുൻ, വലിയ കച്ചവടക്കാരനാണ്. അപ്പം നാത്ത്. അപ്പോൾ താജിറുൻ മുസക്കറായപ്പം കബീറുനും മുസക്കറായി, താജിറുൻ ഏകവചനായപ്പം കബീറുനും ഏകവചനായി. ഓക്കെ, എല്ലാം യോജിക്കുകയാണ്. താജിറുൻ മർഫു ആയപ്പം കബീറിനും മർഫു ആയി. താജിറിന് അലിഫ്ലാമില്ല, കബീറിനും അലിഫ്ലാമില്ല. ബാറക്കല്ലാഹു ഫീക്കും.